എന്തുട്ടാ ഗഡികളെ, സുഖല്ലേ? പണ്ട് യൂദ ഭരിച്ചിരുന്ന രാജാവായ ആസയാണ് ഞാൻ. രാജാവായ സമയത്ത് നാട്ടിലാകെ വിഗ്രഹങ്ങളുടെ പൂരമായിരുന്നു. ഇതൊന്നും ഇവിടെ നടക്കില്ല മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കി. എന്റെ സ്വന്തം അമ്മാമ്മയായ മാഖ പോലും തെറ്റ് ചെയ്തപ്പോ ആളുടെ പദവി വരെ തെറിപ്പിച്ചു കളഞ്ഞു. കാരണം നമ്മുടെ ഹൃദയം സെറ്റായിരിക്കണം. അതിൽ ഫുൾ സ്പേസ് ദൈവത്തിന് മാത്രമായിരിക്കണം. ഒരിക്കൽ 1 മില്യൺ പടയാളികൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു. എനിക്കാണെങ്കിൽ ആകെ കുറച്ച് പിള്ളേരേ ഉള്ളൂ. ഒന്നും നോക്കിയില്ല, ഞാൻ മുട്ടുകുത്തി നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ നടന്നതാണ് ചരിത്രം. ആ വലിയ യുദ്ധം നമ്മൾ സിമ്പിളായിട്ട് ജയിച്ചു. അപ്പൊ മറക്കണ്ട, എന്ത് സീൻ വന്നാലും നമ്മുടെ കർത്താവിനെ അങ്ങോട്ട് കട്ടക്കോടെ പിടിച്ചോ. അപ്പൊ എങ്ങനെയാ ഗഡികളെ? ഹൃദയം പ്യുവറാക്കി ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് യുദ്ധത്തിന്റെ ടൈമില് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ആ വചനം നോക്കിയാലോ. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 11-ാം വാക്യം. കർത്താവേ, പ്രബലനും അശക്തനും തമ്മിലുള്ള പോരാട്ടത്തിൽ സഹായിക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഈ മഹാസൈന്യത്തിനെതിരെ ഞങ്ങൾ വന്നിരിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ദൈവമാണ്. നിന്നെ ജയിക്കാൻ ഒരു മനുഷ്യനെയും അനുവദിക്കരുതേ.